الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസിനികളെ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി സഹാബത്തിന് പല നിലക്കുമുള്ള നിർദ്ദേശ ഉപദേശങ്ങൾ നൽകിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഔസ്വാനി ഖലീലി, എന്റെ ഉറ്റമിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ 3 കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. ആ 3 കാര്യങ്ങളുടെ പ്രത്യേകത ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിത വിജയത്തിനും പരലോക വിജയത്തിനും കാരണമാകുന്ന 3 കാര്യങ്ങളാണ്. അതൊരാൾ പ്രാവർത്തികമാക്കിയാൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാനും സാധ്യമാകുന്ന, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്തെന്നറിയോ? ആദ്യമായിട്ട് അബൂദർദാഇനെ ഉപദേശിക്കുന്നത് അല്ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ വഇൻ ഖുത്തിഅത ഔ ഹുർരിഖത. അബൂദർദാ, നിനക്ക് വെട്ടേൽക്കേണ്ടി വന്നാലും നിന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാലും തീയിലിട്ട് ചുട്ട് ചാമ്പലാക്കിയാലും അള്ളാഹുവിൽ നീ യാതൊന്നിനെയും പങ്കു ചേർക്കരുതെന്ന കാര്യമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ആളുകൾക്ക് ശിർക്ക് സംഭവിക്കും, ആളുകൾ ശിർക്കിൽ അകപ്പെട്ടു പോകും. അതുപോലെ തന്നെ ശിർക്കിലേക്ക് പോകുന്ന കവാടങ്ങൾ ഓരോന്നോരോന്നായി തുറക്കപ്പെടും. കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ ഉറുമ്പ് അരിച്ചു വരുന്ന ലാഘവത്തോടുകൂടി ശിർക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ചില കാരണങ്ങളുണ്ട്. അത് കടന്നു വരുമെന്നത് കൊണ്ട് തന്നെയാണ് നിനക്ക് എന്തുപദ്രവങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നാൽ ഒരിക്കലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നോക്കൂ സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ആർക്കും മറക്കാനാകാത്ത സ്വഹാബിയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നടത്തിയ ഒരു മജ്ലിസിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഉമർ ഖബ്ബാബിനോട് പറയുന്നുണ്ട്, ثم سألوا أن أشد ما لقي من أذى المشركين. ഖബ്ബാബ്, ഇസ്ലാമിന്റെ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ, യാതനകളുടെ, നൊമ്പരങ്ങളുടെ, പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ കഥ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാം, അനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫസ്തഹി, അദ്ദേഹത്തിന് ലജ്ജ തോന്നി, ഒരു നാണം വന്നു. എങ്ങനെയാണ് പറയാ? അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവസാനം ഫലമ്മ അലഹ അലൈഹി അസാഹ റിദാഅഹു അൻ ളഹ്രിഹി, തന്റെ മുതുകത്തുള്ള ആ വസ്ത്രമങ്ങ് മാറ്റിയപ്പോ ഫജഫില ഉമർ മിമ്മ റഅ, അത് കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് വിറച്ചു പോയി, പേടിച്ചു വിറച്ചു. വലിയൊരു കുഴിയുണ്ട്, മാംസം അടർന്നു വീണു പോയിട്ടുണ്ട്. കൈഫ സാറ ദാലിക്,
എങ്ങനെയാണ് ഖബ്ബാബ് ഇത് താങ്കൾക്ക് സംഭവിച്ചെന്ന ചോദ്യത്തിന് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഖബ്ബാബ് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഔഖദൽ മുശ്രികൂന ലീ ഹതബൻ ഹത്താ സാറ ജംറാ, എനിക്ക് വേണ്ടി മുശ്രിക്കീങ്ങൾ വിറക് കത്തിച്ചു, അത് കനലായി മാറുന്നത് വരെ അവർ വിറക് കത്തിച്ചു. ثم نزعوا عني ثيابي, പിന്നെ എന്റെ വസ്ത്രം അവർ എടുത്തു മാറ്റി. وجعلوا يجرونني عليه, എന്നിട്ട് ആ കനലിന്റെ മുകളിലേക്ക് എന്നെ കിടത്തുകയാണ്. حتى سقط لحمي عن عظام ظهري, എന്റെ മുതുകിൽ നിന്ന് മാംസം അങ്ങ് അടർന്നു വീഴാൻ തുടങ്ങി. വലം യുത്ഫിഉൻ നാറുൽ മാഅ, എന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നീര് കാരണമാണ് ആ തീ കെട്ടുപോയത്. അന്ന് സംഭവിച്ച ഒരു അടയാളമാണ് ഉമർ ഇബ്നുൽ ഖത്താബിന് കാണിച്ചു കൊടുത്തത്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ ചാരിയിരിക്കുക. ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് റസൂലിനോട് പറയുന്നത് എന്നറിയോ? ഇന്നാ കുന്നാ ഫീ ഇസ്സിൻ വനഹ്നു മുശ്രികൂൻ, മുശ്രിക്കീങ്ങളായ സമയത്ത് ഞങ്ങൾക്ക് ചില പ്രതാപമുണ്ടായിരുന്നു. ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നില്ല, ആക്ഷേപിച്ചിരുന്നില്ല, ആട്ടിയോടിച്ചിരുന്നില്ല, മുഖത്തേക്ക് തുപ്പിയിരുന്നില്ല. ഫലമ്മാ ആമന്നാ സുർനാ അദില്ല, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് റസൂലേ, ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് സഹായിക്കുന്നില്ലേ? ആര് പറയാ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാ. അം ഹസിബ്തും മൻ ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വെറുതെ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നെത്തിയ പ്രയാസം സഹിക്കാതെ മസ്സതുഹുമുൽ ബഅസാഹു വല്ലറാ, അവർക്ക് ഒരുപാട് പ്രയാസമുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വസുൽസിലു, അവര് വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, അവരിലെ പ്രവാചകന്മാര് വരെ പറഞ്ഞുപോയി. ആരെ പറയുന്നത് നോക്കണം? പ്രവാചകന്മാര് പറയാ എപ്പോഴാണ് റബ്ബിന്റെ സഹായം. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതിന് ശേഷം, വിശുദ്ധ ഖുർആൻ പഠിച്ചതിന് ശേഷം ഒരു പോറൽ പോലും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മുൻഗാമികളൊക്കെ അനുഭവിച്ചതിന്റെ 1% നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? നമ്മുടെ ജില്ലയിൽ നിന്ന്, രാജ്യത്ത് നിന്ന് ഇസ്ലാം മുസ്ലിം ആയതിന്റെ പേരിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഏറ്റുണ്ടോ? ഒരിക്കലുമില്ല. എന്ത് സുഖമാ നമുക്ക്. അവര് ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഒരാളെ കൊണ്ടുവന്ന് ഈർച്ചവാള് കൊണ്ട് 2 പിളർന്നു. സുബ്ഹാനല്ലാഹ്, 2 പിളരുകയാണ്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിലുള്ള മാംസം വലിച്ചു ചീന്തപ്പെട്ടു. തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെടുകയാണ്. ഇതൊക്കെ എന്തിനാ? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ. കൈകാലുകൾ വ്യത്യസ്തമായി ഛേദിക്കുക. വലത് കൈ ഛേദിക്കുകയാണെങ്കിൽ ഇടതുകാൽ, ഇടത് കൈയാണെങ്കിൽ വലതുകാൽ. എങ്ങനെ പിന്നെ ജീവിക്കുക? ജനനേന്ദ്രിയത്തിലൂടെ കുന്തം പഴിപ്പിച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കപ്പെട്ടവർ. ഇതൊക്കെ ഖബ്ബാബിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും
കഷ്ടപ്പാടുകളും നമ്മൾ വാങ്ങിയാലും നമ്മൾ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരു തരി മാറാൻ നമുക്ക് പറ്റില്ല. ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കണം. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാത്ത, പ്രയാസപ്പെടാത്ത, കഷ്ടപ്പാട് അനുഭവിക്കാത്ത, കല്ലേറേറ്റുവാങ്ങാത്ത, ആട്ടും തുപ്പും ഏറ്റുവാങ്ങാത്ത, യാതനകളും വേദനകളും ഏറ്റുവാങ്ങാത്ത പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടില്ല. ആ ദഅവത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും. അവരൊക്കെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ആദർശം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അബൂ ദർദാഇനോട് ആദ്യം പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. മരമാകട്ടെ, കല്ലാകട്ടെ, ബിംബമാകട്ടെ, ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ബീവിമാരാകട്ടെ, ഹോജമാരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ആൾ ദൈവങ്ങളാകട്ടെ, ബദരീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, നമ്മൾ സഹായം ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഇബാദത്തിന്റെ ഏതേത് വശങ്ങളും നമ്മൾ അർപ്പിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ നാഥനായ റബ്ബിന്റെ മുന്നിലാണ്. അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. ഇനി രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ലാ തത്റുക സ്വലാതൻ മക്തൂബതൻ മുതഅമ്മിദാ. അബൂ ദർദാ, നീ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കരുത്. ഫമൻ തറകഹാ മുതഅമ്മിദൻ ബരിഅതു മിൻഹു ദിമ്മ. മനഃപൂർവ്വം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവനിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണമങ്ങ് ഒഴിവാകുന്നതാണ്, അല്ലാഹുവിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ പ്രാധാന്യത്തോട് നിർവഹിക്കേണ്ട ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചപ്പോ തൗഹീദ് പറയാൻ വേണ്ടി പറഞ്ഞു. ഫഇദാ അറഫുല്ലാഹ, അല്ലാഹുവിനെ അവർ മനസ്സിലാക്കി തൗഹീദൊക്കെ പിൻപറ്റിയാൽ ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം. 5 നേരത്തെ നമസ്കാരം അല്ലാഹു അവർക്ക് നിർബന്ധമാക്കി എന്ന് നീ അവരെ പഠിപ്പിക്കണം. നമസ്കാരമാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നോക്കാ, നമസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുക. ഇന്ന് ഒരു വഖ്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഒരു മനപ്രയാസമില്ലാതെ, ഒരു കുറ്റബോധമില്ലാത്ത എത്ര ആളുകളുണ്ടെന്നറിയോ? അൽ അഅദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും വേദക്കാർക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതാരൊഴിവാക്കിയോ അവൻ നിഷേധിയാണ്. ആ നമസ്കാരം ഒഴിവാക്കൽ ആരുടെ സ്വഭാവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്. മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹുവ ഖാദിഉഹും, പക്ഷേ അവരാണ് വഞ്ചിതരാകുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. നമസ്കരിക്കാൻ നിന്നാൽ അവർക്ക് മടിയാണ്, പ്രയാസമാണ്. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണ്. വയദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിക്കുകൾ അല്ലാഹുവിനെ കുറച്ചു മാത്രമേ ഓർക്കുള്ളൂ. ഹയ്യ അലസ്സലാത്ത്, വിജയത്തിലേക്ക് നിങ്ങൾ വരണം. ഹയ്യ അലസ്സലാത്ത്, നമസ്കാരത്തിലേക്ക്. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം ഉറക്കത്തേക്കാൾ ഉത്തമമാണെന്നൊക്കെ പള്ളി മിനാരങ്ങളിലൂടെ മുഅദ്ദിൻ 5 നേരവും വിളിച്ചു പറയുമ്പോ സുബഹിയുടെ സമയത്ത് പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരാണോ നമ്മൾ?
ഓരോ ബാങ്കിന്റെ സമയത്തും ബാങ്ക് കേൾക്കുമ്പോ നമസ്കരിക്കാൻ വരാതെ അങ്ങാടിയിൽ കടത്തിണ്ണകളിൽ സംസാരിക്കുന്നവരാണോ നമ്മൾ? അവന് കാഫിറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നിങ്ങൾക്ക് വിജയം വേണോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കരിക്കുന്ന, കൃത്യമായി നമസ്കാരം നിലനിർത്തുന്ന, നമസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഒരാഴ്ചയിൽ ഏറ്റവും നല്ല നമസ്കാരം ഏതെന്നറിയോ? ഒരാൾ ഒരാഴ്ചയിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല നമസ്കാരം ഏതാ? 5 വഖ്തുണ്ട് അല്ലേ? 7-5-35 നമസ്കാരം ഒരാഴ്ചയിൽ ഫർള് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് നമ്മൾ. അതിലേറ്റവും ഖൈറായ നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ നമസ്കരിച്ച സുബ്ഹിന്റെ ജമാഅത്താണ്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് നമസ്കാരം? ഇന്ന് എത്ര പേര് പള്ളിയിൽ വന്ന് സുബ്ഹി ജമാഅത്ത് നമസ്കരിച്ചിട്ടുണ്ട്? വിജയികളാണ്. നമസ്കരിക്കാത്തവന്റെ ചെവിയിൽ പിശാച് മുദ്രമൊഴിക്കും. നമസ്കരിക്കാത്തവരുടെ വീട് കത്തിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചിരുന്നു. ആ വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ. ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. നരകത്തിന് ചില കവാടങ്ങളുണ്ട്. 7 കവാടങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ബാബു ജഹന്നം, ബാബു ഹുതമ, ബാബുൽ ജഹീം, ബാബു ലവ, ബാബു സഈർ, ബാബു ഹാവിയ, ബാബു സഖർ. സഖറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സഖറിന്റെ പ്രത്യേകത ലവ്വാഹത്തുൽ ലിൽ ബശർ വലാ തുബ്ഖി വലാ തദർ. മനുഷ്യന്റെ തൊലികളെ കരിച്ചു കളയുമാറ് കാഠിന്യമുള്ള തീയ. അതിലേക്ക് പ്രവേശിച്ച ആളുകളോട് സ്വർഗത്തിലുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, മാ സലകകും ഫീ സഖർ, എന്തിനാണ് നിങ്ങൾ സഖറിൽ പ്രവേശിച്ചത്? അതിലുള്ള ആളുകൾ ചില മറുപടി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ മറുപടി എന്താണെന്നറിയോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാത്ത്. ആദ്യം അല്ലാഹു വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. എന്നിട്ട് പറഞ്ഞു ഫഇൻ സ്വലുഹത്, ആ നമസ്കാരം കൃത്യമായി ഒരാൾ നിർവഹിച്ചാൽ ഖദ് അഫ്ലഹ വഅൻജഹ, അവൻ വിജയിച്ചു. വഇൻ ഫസദത്, നമസ്കാരത്തിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ ഫഖദ് ഖാബ വഖസിറ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ രണ്ടാമതായി നൽകുന്ന ഉപദേശം ഇതാണ്: ലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം നീ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കരുത്. ഫമൻ തറകഅ മുതഅമ്മിദൻ, അങ്ങനെ നീ ഉപേക്ഷിച്ച അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിന്നിൽ നിന്ന് ഒഴിവാകും. അല്ലാഹുവിന്റെ ബറക്കത്ത് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നാലും, ലാ ഉശ്രികു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ലെന്ന ദൃഢവിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി പഠിപ്പിച്ച 5 നേരത്തെ കൃത്യമായിട്ടുള്ള നമസ്കാരം, അത് മുറപ്രകാരം നമ്മൾ ക്രമീകരിച്ചാൽ, നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകും. അവരാണ് വിജയികൾ. അള്ളാഹു ആ വിഭാഗങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ നൽകുന്ന 3 ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. 2, കൃത്യമായി നമസ്കാരം നിർവഹിക്കണം. മൂന്നാമത്തെ വിഷയം, ലാ തശ്റബൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. അബൂ ദർദാ, നീ ഒരിക്കലും മദ്യം കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. അത് എല്ലാ തിന്മകളുടെയും കീയാണ്, താക്കോലാണ്. എത്ര വർഷം മുന്നേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. അതിന്റെ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തെ പിരിഞ്ഞു മുറുക്കിയിട്ടുള്ള തിന്മയാണ് ലഹരി എന്ന് പറയുന്നത്.
ചെറുപ്പക്കാരും മുതിർന്നവരും എന്തിനേറെ സ്ത്രീകളടക്കം എല്ലാ വിഭാഗവും ഇന്ന് ലഹരിയുടെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിന്റെ അടിമകളായിട്ട് മാറിയിട്ടുണ്ട്. പല പേരുകളിലായി വ്യത്യസ്ത ബ്രാൻഡുകളിലായി കുടിക്കുന്നതും പുകക്കുന്നതും ചവക്കുന്നതും മണക്കുന്നതും ശരീരത്തിൽ കുത്തിവെക്കുന്നതുമൊക്കെയായി ഇന്ന് നമ്മുടെ സമൂഹം പെട്ടുപോയിട്ടുള്ള പ്രത്യേകിച്ച് യുവതി യുവാക്കൾ ഇതിന്റെ വലയിലാണ്. കണ്ടില്ലേ, സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന മകൻ. വാർത്ത നമ്മൾ വായിച്ചു. നമ്മുടെ മാതാവാര സഹോദരങ്ങളെ സഹോദരിമാരെ, വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്ന് അതിനുശേഷം നമുക്ക് പ്രായമാകുന്ന നടക്കുന്നത് വരെ ബുദ്ധിവെക്കുന്നത് വരെ എല്ലാവിധത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഇന്നൊരു ചെറിയ കുട്ടി ജനിച്ചത് മുതൽ 1 വയസ്സ് വരെ 2 വയസ്സ് വരെ ആ കുട്ടിയെ ശ്രദ്ധിച്ചാൽ ആ മാതാവ് എങ്ങനെയാണോ നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആ രൂപത്തിൽ നമ്മളെ വളർത്തിയ ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് രാത്രി പനി വന്നാൽ അവരുടെ ഉറക്കം പോവുകയാ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഏത് രാത്രിയും എണീക്കുന്നു. അത്രയും പ്രയാസപ്പെട്ട് നമ്മെ വളർത്തിയ ഒരു മാതാവിനെയാ വെട്ടിക്കൊന്നത്. പണ്ടൊക്കെ ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയായിരുന്നു? സ്വന്തം പാഠശാലയിൽ തന്നെ പഠിപ്പിക്കുന്ന ഗുരുവിനെ കൊലവിളി നടത്തിക്കൊണ്ട് കൊല്ലുമെന്ന വാഗ്ദാനം നൽകുന്ന ഒരു വിദ്യാർത്ഥി. എവിടെയാണ് നമ്മുടെ സമൂഹത്തെ വിദ്യാർത്ഥികളെ ലഹരി കൊണ്ടെത്തിച്ചത് സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ വാചകം പറഞ്ഞത്. ലഹരിയെ സ്നേഹിച്ച, മദ്യത്തെ സ്നേഹിച്ച ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ്, ജസീറത്തുൽ അറബിലേക്കാണ് പ്രവാചകൻ കടന്നു വരുന്നത്. ഞാൻ മരിച്ചാൽ എന്റെ ശരീരം മുന്തിരിവള്ളി ചുവട്ടിൽ നിങ്ങൾ മറമാടണം, എന്റെ എല്ലുകൾക്ക് അതിൽ നിന്ന് നീരു നുകരാമല്ലോ എന്ന് പാട്ടുപാടിയ ജനതയിലേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുന്നത്. മദ്യക്കോപ്പയിൽ വീണ വണ്ടിനെ ഉയർത്തിക്കൊണ്ട് വണ്ടേ നീ എത്ര ഭാഗ്യവാൻ എന്ന് പാട്ടുപാടിയവരിലേക്ക്, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നെന്ന വാർത്ത കേട്ടപ്പോ കള്ളു കുടിച്ചിട്ട് ഇന്ന് കള്ള് നാളെ കാര്യം എന്ന് പറഞ്ഞ കവികളുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 3 ഘട്ടങ്ങളിലൂടെ ആ മദ്യം നിർത്തുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഒരാളെ ലഹരിയിൽ നിന്ന് മാറ്റാൻ പറ്റൂല എന്നുള്ളത്. പല രക്ഷിതാക്കളും പറയും, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മാറുന്നില്ല. നിരന്തരമായി തർബിയത്ത് കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ മാറുമായിരുന്നില്ല. ഒരായത്ത് കൊണ്ട് 3 ഘട്ടങ്ങളിലായിട്ട് ആ മദ്യം നിർത്തുന്നത്. അവസാനം ചോദിക്കുന്നുണ്ട്, ഫഅൽ അൻതും മുൻതഹൂൻ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? അത് പറയാൻ കാരണം എന്താ? വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്, ഈ ലഹരി മദ്യം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് റസൂൽ ആ സമൂഹത്തോട് ചോദിച്ചപ്പോ മദ്യശാലകൾ അടിച്ചു തകർത്ത ആളുകൾ ഉണ്ടായിരുന്നു. ശരീരത്തിൽ ഡ്രസ്സിൽ വസ്ത്രമായ ഭാഗം മുറിച്ചു മാറ്റിയവരുണ്ടായിരുന്നു. വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യം അവസാനിപ്പിച്ച പ്രവാചകന്റെ എല്ലാവരും അല്ല, ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, ആയാത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് ലഹരിയിൽ അകപ്പെട്ടു പോയ ഈ സമൂഹത്തെ ലഹരി മുക്തമായ സമൂഹമാക്കി മാറ്റേണ്ടത് രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇജ്തനിബു അൽ ഖംറ, കള്ള് നിങ്ങൾ ഒഴിവാക്കണം. കള്ള് എന്ന് പറഞ്ഞാൽ മഹാദറൽ അഖൽ, ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കുന്ന എല്ലതും കള്ള, ലഹരിയൊക്കെ അതിൽ പെടും. ഒറ്റ വേർഡായിട്ട് പറഞ്ഞതാ. ഉമ്മുൽ ഖബായിസ്, അത് തിന്മകളുടെ മാതാവാ. ആ കള്ള് കുടിച്ചാൽ ഒരാളെ കൊല്ലാൻ തോന്നും. ആ ഒരു കള്ള് കുടിച്ചാൽ വ്യഭിചരിക്കാൻ തോന്നും. കള്ളു കുടിച്ചാൽ ഒരാളെ വെട്ടാൻ തോന്നും, ഒരാളെ തെറി പറയാൻ തോന്നും. എല്ലാ തിന്മകളുടെയും മാതാവാണ് കള്ളെന്ന് പറയുന്നത്. കള്ളു കുടിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
ആ കള്ള് കുടിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും. എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചു. അറഖു അഹ്ലന്നാർ ഔ ഉസാറത്തു അഹ്ലന്നാർ, നരകവാസികളുടെ ചീഞ്ചലവും ചോരയുമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, ലഹരിയെ ശപിച്ചിട്ടുണ്ട്. ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന, പുകവലിക്കുന്ന എത്രയെത്ര ആളുകളാണ്. പരിശുദ്ധ ഹറമിന്റെ മുറ്റത്തിരുന്ന് പോലും പുകവലിക്കുന്ന ആളുകളാണ്. എവിടേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ലോക സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? അത്ഭുതപ്പെട്ടു. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട് പുകവലിച്ചതിനു ശേഷം പള്ളിയിലേക്ക് നേരെ കയറുന്ന ആളുകൾ? ഒരു ഹറാമ ചെയ്തിട്ടാണ് കയറുന്നത്. ആ ലഹരിയെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഇനി കേൾക്കാം, ലഅനല്ലാഹു അൽ ഖംറ വശാരിബഹ, അത് ഉപയോഗിക്കുന്നവനെ, കുടിക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. വസാഖൈഹ, അത് കുടിപ്പിച്ചവനെ, ഉപയോഗിപ്പിച്ചവനെ. അങ്ങനെയാണല്ലോ കൂട്ടുകെട്ടാണെന്ന് എല്ലാരും പലതിലേക്കും എത്തിക്കുന്നത്. ആരാണോ അവന് കൊടുത്തത്, ആരാണോ കുടിപ്പിച്ചത്, അവൻ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വആസിറഹ, മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ നോക്കൂ, എല്ലാതും ഓരോന്നോരോന്നായി ഒരാളെ വിടാതെ എണ്ണി പറയാം. അതുണ്ടാക്കുന്നവനെ, ഉണ്ടാക്കാൻ പ്രത്യേക കഴിവ് വേണം, കള്ളു ലഹരി ഉണ്ടാക്കാൻ. അവനെ ശപിച്ചിട്ടുണ്ട്. വമുഅത്തസിറഹ, ചെയ്യിപ്പിക്കുന്ന മുതലാളിയെ ശപിച്ചിട്ടുണ്ട്. വബായിഅഹ, വിൽക്കുന്നവൻ. എത്ര മുസ്ലിം സഹോദരങ്ങൾ സിഗരറ്റ് വിൽക്കുന്നുണ്ട്? ഒരു കുഴപ്പമില്ല തുറന്നു പറയുന്നത്. ലഹരി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വമുബ്താഇഹ, വാങ്ങുന്നവൻ. വഹാമിലഹ, അത് ചുമക്കുന്നവൻ. അതായത് ലഹരി കൊണ്ട് കടകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്ന ഡ്രൈവർ, ഒരു വാഹനം. വൽ മഹ്മൂലത്തി ഇലൈഹി, എവിടേക്കാണോ ചുമന്നു കൊണ്ടുപോകുന്നത് ആ സ്ഥലം. പല കച്ചവടക്കാരും സ്വന്തം വീട്ടിൽ വെക്കാറുണ്ട്, എക്സൈസ് പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ കൊണ്ടുവന്ന് കുറച്ചായിട്ട് ഇങ്ങനെ ആളുകൾക്ക് കൈമാറാറുണ്ട്. ആ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിതാക്കളും മാതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അള്ളാഹുവിന്റെ ശാപം കിട്ടിയ സ്ഥലമാണ്. അവന് വരുമാനം വരുന്നതിന്റെ ഷോപ്പ് ശാപം കിട്ടിയ സ്ഥലമാണ്. അത് വിറ്റ ക്യാഷ് കൊണ്ട്, പൈസ കൊണ്ട് തിന്നുന്നവൻ. എല്ലാരും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഈ കാലത്തിന് അനുയോജ്യമായ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. നമസ്കാരം നമ്മൾ ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, കള്ളു കുടിക്കരുത്. എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ ലഹരി മുക്തമായ സമൂഹമാക്കി മാറ്റുമാറാകട്ടെ. അതിലകപ്പെട്ടു പോയ യുവതലമുറയെ അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനെ മാത്രം ആരാധിച്ച് ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കാത്ത, മദ്യം കുടിക്കാത്ത ആളുകളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അത്തരം വിശ്വാസികളിൽ, മുവഹ്ഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد إذ هديتنا
اللهم ادخلنا الجنة اللهم اجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آل محمد آمين آمين برحمتك يا أرحم الراحمين.